മലക്കര കത്തോലിക്ക സഭ ബത്തേരി രൂപതയുടെ പ്രഥമ മെത്രാപ്പോലിത്തയായിരുന്ന മോർ സിറിൽ വെസോലിയസ് പിതാവിന്റെ മനസ്സിൽ 1979 രൂപപ്പെട്ട പ്രത്യാശയുടെ കിരണമായിരുന്നു ശ്രേയസ് സാമൂഹ്യ സേവന പദ്ധതി. സാധുജനക്ഷേമം മാത്രം ലക്ഷ്യമിട്ട് ദൈവത്തിനും മനുഷ്യനോടുള്ള അനന്ത സ്നേഹത്തിന്റെ വെളിപ്പെടുത്തലായി സാമൂഹ്യ സേവന യൂണിറ്റ് ആദ്യമായി ബത്തേരിയിൽ രൂപം കൊണ്ടു. ഈങ്ങാപ്പുഴ ശ്രേയസ് യൂണിറ്റ് അതിൻ്റെ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിൽ ആശംസകൾ പ്രത്യേകമായിട്ട് നേരുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രോഗ്രാം ഓഫീസർ ലിസി റെജി, യൂണിറ്റിൻ്റെ പ്രസിഡന്റ് ഫിലോമിന ജോയി, യൂണിറ്റിൻ്റെ സജീവ പ്രവർത്തകരായ സാലി, ജോയ്സി, അതിൻ്റെ അതിശക്തരായ കമ്മിറ്റി അംഗങ്ങൾ, യൂണിറ്റിൻ്റെ ഓരോ അയൽക്കൂട്ടത്തിൻ്റെ പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, ശ്രേയസിൻ്റെ ഈങ്ങാപ്പുഴ യൂണിറ്റിൻ്റെ ഓരോ കുടുംബങ്ങളെയും വ്യക്തികളെയും ഏറ്റവും സ്നേഹപൂർവ്വം ഈ ദിവസം ഓർക്കുകയാണ്. ധാർമ്മിക അധിഷ്ഠിതമായ മൂലാധിഷ്ഠിതമായ വികസനമാണ് നമ്മുടെ ലക്ഷ്യം. കഴിഞ്ഞ ഒരു വർഷം ഈ യൂണിറ്റിന് കൊടുത്ത എല്ലാ സപ്പോർട്ടിനും എല്ലാവരെയും സ്നേഹത്തോടെ ഓർക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. എല്ലാ ആശംസകളും നേരുന്നു. ശ്രേയസ് ഈങ്ങാപ്പുഴ യൂണിറ്റ് 2023-24 യൂണിറ്റ് ഡയറക്ടർ ഫാദർ തോമസ് മന്നിത്തോട്ടത്തിൻ്റെ നേതൃത്വത്തിൽ അതിശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. സജീവമായി കർമ്മനിരതരായി പ്രവർത്തിക്കുന്ന കരുത്തുറ്റ യൂണിറ്റ് പ്രസിഡന്റ് ശ്രീമതി ഫിലോമിന ജോയി, ശ്രീമതി സാലി ബെന്നി, ശ്രീമതി ജോയ്സി ജിജോ എന്നിവരുടെ നേതൃത്വത്തിൽ ഈങ്ങാപ്പുഴ യൂണിറ്റിൻ്റെ വിജയത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. വയനാട്ടിലെ കുടിയേറ്റ കർഷകരുടെയും പാവപ്പെട്ട ആദിവാസികളുടെയും ഇടയിൽ ശ്രേയസ് പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ വികസിച്ചു വന്നു. മാർ ദിവന്യാസ്യോസ് പിതാവിന്റെയും 2010 മോസ്റ്റ് റവറന്റ് ഡോക്ടർ ജോസഫ് മാർ തോമസ് മെത്രാപ്പോലിത്തയുടെയും രക്ഷാകർതൃത്വത്തിൽ അതിവേഗത്തിൽ ലളിതമായ നടപടിക്രമങ്ങളിലൂടെ ശ്രേയസ് സാമൂഹ്യ സേവന വിഭാഗം പ്രവർത്തിച്ചു വരുന്നു. കരുതലിന്റെ കരമായി പ്രവർത്തന നിരതമായ സാമൂഹ്യ സേവന പ്രസ്ഥാനം ഇന്ന് കേരളത്തിന്റെ മിക്ക ജില്ലകളിലും മുന്നേറുകയാണ്. 1978 കോഴിക്കോട് ജില്ലയിൽ വിവിധ യൂണിറ്റുകളിലായി ശ്രേയസ് പ്രവർത്തനം ആരംഭിച്ചു. വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും ലളിതമായ നടപടിക്രമങ്ങളിലൂടെ വായ്പാ പദ്ധതികൾ നടപ്പാക്കി. 1980കളിൽ ഫാദർ ജോസഫ് ചെരിവടയത്തിൽ അച്ഛൻ്റെയും പ്രവർത്തകരായ മേരി മാതാപ്പാറ, അന്നമ്മ തട്ടാരത്ത്, ഓമന സണ്ണി എന്നിവരുടെ നേതൃത്വത്തിൽ ഒട്ടനവധി നൂതന പരിപാടികളിലൂടെ വികസനത്തിൻ്റെ പാതയിൽ കാലുറപ്പിക്കാൻ ഈങ്ങാപ്പുഴ യൂണിറ്റിന് സാധിച്ചിട്ടുണ്ട്. ഇന്ന് പുതുപ്പാടി, കോടഞ്ചേരി, കട്ടിപ്പാറ, താമരശ്ശേരി, പനങ്ങാട്, ഏകരൂർ, ഉണ്ണികുളം, നരിക്കുനി പഞ്ചായത്തുകളിലായി 4 ബാലജ്യോതി സംഘങ്ങൾ, 37 സ്ത്രീ സമാജ സംഘങ്ങൾ, 10 മിക്സഡ് സംഘങ്ങൾ, 4 പുരുഷ സംഘങ്ങൾ എന്നിങ്ങനെ 55 സംഘങ്ങൾ കാലാനുസൃതമായി മാറ്റങ്ങളിലൂടെയും ആശയങ്ങളിലൂടെയും വിവിധ പദ്ധതികളും പരിപാടികളും ആവിഷ്കരിച്ച് ജനഹൃദയങ്ങളിൽ സേവനത്തിൻ്റെയും വികസനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശങ്ങൾ ആഴത്തിൽ പതിപ്പിച്ച് മുന്നേറുന്നു. വികസന മുന്നേറ്റത്തിൻ്റെ ഒരു വർഷം പിന്നിടുമ്പോൾ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളിൽ ആലംബഹീനരുടെയും പാവപ്പെട്ടവരുടെയും നിലനിർപ്പും സാമ്പത്തിക സ്വസ്ഥതയും മെച്ചപ്പെടുത്തുന്ന വിവിധ വായ്പാ പദ്ധതികൾ നടപ്പാക്കുന്നതോടൊപ്പം തന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ, സാമൂഹ്യ പ്രശ്നങ്ങളോടുള്ള പ്രതികരണങ്ങൾ, ബോധവൽക്കരണ ക്ലാസുകൾ, മെഡിക്കൽ ക്യാമ്പുകൾ, കുടുംബ സംഗമങ്ങൾ, കുട്ടികൾക്ക് വേണ്ടിയുള്ള നേതൃത്വ പരിശീലന ക്ലാസുകൾ, കലാപരിപാടികൾ, വിവിധ തലങ്ങളിൽ നടത്തപ്പെടുന്ന മത്സര പരിപാടികൾ തുടങ്ങിയവയും ഈങ്ങാപ്പുഴ യൂണിറ്റിൻ്റെ പ്രവർത്തന മേഖലകളിൽ ഉറപ്പാക്കുകയാണ്. ഭരണ സംവിധാനം. ബഹുമാനപ്പെട്ട ഫാദർ തോമസ് മന്നിത്തോട്ടം യൂണിറ്റ് ഡയറക്ടറായിരിക്കുന്ന ഈങ്ങാപ്പുഴ യൂണിറ്റിൽ ശ്രീമതി ലിസി റെജി പ്രോഗ്രാം ഓഫീസറായി സേവനമനുഷ്ഠിച്ചു വരുന്നു. യൂണിറ്റ് പ്രവർത്തകരായ ശ്രീമതി സാലി ബെന്നി, ശ്രീമതി ജോയ്സി, പ്രസിഡന്റ് ശ്രീമതി ഫിലോമിന ജോയി, സെക്രട്ടറി ശ്രീമതി ആനി സെബാസ്റ്റ്യൻ, വൈസ് പ്രസിഡന്റ് ശ്രീ ജോണി കെ ജെ, ജോയിന്റ് സെക്രട്ടറി ശ്രീമതി ഷന്യ കിഷോർ, ഖജാൻജി ശ്രീ രാജു മദാപ്പാറ, കമ്മിറ്റി അംഗങ്ങളായി ശ്രീമതി ഗ്രേസി, ശ്രീമതി മിനി ജെയ്സൺ, ശ്രീമതി ജമീല, ശ്രീ അഭിജിത്ത് എന്നിവരും നേതൃത്വ നിരയിൽ തങ്ങളുടെ കരുത്തുറ്റ സേവനം കാഴ്ചവെക്കുന്നു. 33 വർഷക്കാലം ശ്രേയസിന് വേണ്ടി നിസ്വാർത്ഥ സേവനമനുഷ്ഠിച്ച ശ്രീമതി ഓമന സണ്ണിക്ക് സ്നേഹോഷ്മളമായ യാത്രയയപ്പ് നൽകി ആദരിച്ചു. സംഘരൂപീകരണം. 2023-24 കാലഘട്ടം ഈങ്ങാപ്പുഴ യൂണിറ്റിന്റെ വളർച്ചയുടെ പാതയിൽ സുവർണ ലിപികളാൽ എഴുതപ്പെട്ട വത്സരമാണ്.
ഗ്രാമിക, അനശ്വര, കൈരളി, സൂര്യ, നന്മ, ദയ, കൃപ, മഴവില്ല്, ഫിനിക്സ്, ജ്വാല, പ്രതിഭ, പ്രതീക്ഷ, സൗഭാഗ്യ, മേരി മാത എന്നിങ്ങനെ 15 പുതിയ സംഘങ്ങൾ രൂപീകരിക്കുവാൻ ഈ വർഷത്തെ ഈങ്ങാപ്പുഴ യൂണിറ്റിന്റെ നിസ്വാർത്ഥ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞു. ഓരോ സംഘവും 10 മുതൽ 20 വരെ അംഗങ്ങളെ ചേർത്ത് നിർത്തി പ്രവർത്തന മണ്ഡലങ്ങൾ വിസ്തൃതമാക്കുന്നു. മാറിവരുന്ന ജീവിത സാഹചര്യങ്ങളെ മുന്നിൽ കണ്ട് വരുമാന മാർഗങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള മേഖലകളായും സേവന പ്രവർത്തനങ്ങൾക്കുള്ള ചാലകങ്ങളായും വികസന പ്രവർത്തനങ്ങളുടെ മൂലക്കല്ലുകളായും യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾ അനുസ്യൂതം മുന്നോട്ട് കുതിക്കുന്നു. ചെറുകിട സംരംഭങ്ങൾ. മുതലാളിത്ത സംവിധാനങ്ങൾ ചെറുകിട സംരംഭകരെ കൂപ്പുകുത്തിക്കുന്ന സാഹചര്യങ്ങളിലാണ് സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുടെ പ്രസക്തി അനിവാര്യമാകുന്നത്. വളരെ കുറഞ്ഞ നിരക്കിൽ ചെറുകിട സംരംഭങ്ങൾക്ക് വായ്പാ സഹായം ഏർപ്പെടുത്തി 12ഓളം സംരംഭങ്ങൾ ഈങ്ങാപ്പുഴ യൂണിറ്റിന് കീഴിൽ പ്രവർത്തന നിരതമാണ്. ജൈവ പച്ചക്കറി കൃഷി, പ്രകൃതി സംരക്ഷണം, പശു വളർത്തൽ, മത്സ്യകൃഷി, കോഴി ഫാമുകൾ, അച്ചാർ നിർമ്മാണം, കുട നിർമ്മാണം, തയ്യൽ, പലചരക്ക് കടകൾ, ഫാൻസി ഷോപ്പുകൾ, വാഴകൃഷി എന്നീ ചെറുകിട സംരംഭങ്ങൾ അനേകം കുടുംബങ്ങളുടെ അത്താണിയായി പ്രവർത്തിക്കുന്നുവെന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. 60ൽ പരം കുട്ടികളടങ്ങുന്ന കിൻഡൽ ഗാർഡൻ സ്കൂൾ നടത്തിക്കൊണ്ടു പോകുവാനുള്ള ആത്മധൈര്യം ഫിനിക്സ് സംഘാംഗങ്ങളുടെ സേവന മനസ്ഥിതിയുടെയും കൂട്ടായ്മയുടെയും മനോധൈര്യത്തിന്റെയും ഉത്തമ ഉദാഹരണമാണ്. കാരുണ്യ പ്രവർത്തനങ്ങൾ. പുൽക്കൊടിക്കു തുല്യമായ മനുഷ്യ ജീവിതത്തിൽ ക്ഷണിക്കപ്പെടാതെ കടന്നുവരുന്ന വിരുന്നുകാരാണല്ലോ രോഗങ്ങൾ. ആധുനിക ലോകത്തിന്റെ മാറിവരുന്ന ജീവിതശൈലികൾ കൈനീട്ടി നൽകുന്ന ക്യാൻസർ പോലുള്ള രോഗങ്ങളാൽ ആശയറ്റവർക്ക് പ്രത്യാശയുടെ കൈത്താങ്ങായി സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ നിലകൊള്ളുന്നു. 2023-24 വർഷത്തിൽ വിവിധ മാർഗങ്ങളിലൂടെയും സുമനസ്സുകളുടെ സഹായത്താലും രൂപീകരിച്ച ക്യാൻസർ ഫണ്ട് 60,000 രൂപയോളം അർഹതപ്പെട്ട രോഗികൾക്ക് കൈമാറാൻ സാധിച്ചു. കൂടാതെ വ്യത്യസ്ത രോഗങ്ങളാൽ ദുരിതമനുഭവിക്കുന്ന കിടപ്പ് രോഗികൾക്ക് നിത്യോപയോഗ സാധനങ്ങൾ, ഓണക്കിറ്റുകൾ, ആതുര ശുശ്രൂഷകൾ, വസ്ത്രങ്ങൾ, കട്ടിൽ, ബെഡ്, സാമ്പത്തിക സഹായം തുടങ്ങിയ സഹായങ്ങൾ നൽകുന്നതിലും ശ്രേയസ് പ്രവർത്തകർ ഉത്സുകരാണ്. അതുപോലെ ഡയാലിസിസ് നടത്തുന്ന രോഗികൾക്ക് ഓണക്കിറ്റുകളും സാമ്പത്തിക സഹായമായ കരുതലും നൽകുന്നതിനും സാമൂഹ്യക്ഷേമ പ്രവർത്തകർ ബദ്ധശ്രദ്ധരാണ്. രക്തദാനത്തെക്കാൾ വലിയ ദാനമില്ല എന്ന ഓർമ്മപ്പെടുത്തലുമായി തണൽ സംഘാംഗമായ ഉണ്ണികൃഷ്ണൻ മെഡിക്കൽ കോളേജിലും ഡൊമോ കെയറിലും ഉൾപ്പെടെ 68ൽ പരം ആളുകൾക്ക് രക്തദാനം ചെയ്യുകയും 1000ൽ പരം ആളുകളെ രക്തദാനത്തിന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. മെഡിക്കൽ ക്യാമ്പുകൾ. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവുകയുള്ളൂ. ആരോഗ്യ സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെ വിളിച്ചറിയിക്കുന്നവയായ മെഡിക്കൽ ക്യാമ്പുകൾ ശ്രേയസ് സാമൂഹ്യക്ഷേമ വിഭാഗത്തിന്റെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങളിലൊന്നാണ്. ഈങ്ങാപ്പുഴ യൂണിറ്റ് തലത്തിൽ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തി പ്രദേശത്തെ ജനങ്ങളുടെ പ്രഷർ, ഷുഗർ, പകർച്ചവ്യാധികൾ തുടങ്ങിയവ നിർണ്ണയിക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും നേത്ര ഫൗണ്ടേഷൻ താമരശ്ശേരിയുടെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധന നടത്തുകയും കുറഞ്ഞ ചിലവിൽ കണ്ണടകൾ നൽകുകയും ചെയ്യുന്നു. പുതുപ്പാടി ഹെൽത്ത് സെന്ററിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീ ജയകൃഷ്ണന്റെയും സഹപ്രവർത്തകരുടെയും നേതൃത്വത്തിൽ യൂണിറ്റിൽ വെച്ച് സംഘങ്ങളിൽ വെച്ചും കുട്ടികളുടെയും മുതിർന്നവരുടെയും രക്തഗ്രൂപ്പ് നിർണയം നടത്തി. PRA പ്ലേസ്മെന്റ്. സാമൂഹ്യക്ഷേമ പ്രവർത്തകരോട് ചേർന്ന് നിൽക്കുന്ന യുവതലമുറ ഇന്നിന്റെ വ്യത്യസ്തതയേറിയ കാഴ്ചയാണ്. സെന്റ് മേരീസ് കോളേജ് വടകര, ലിസ കോളേജ് മണൽവയൽ, സെന്റ് മേരീസ് കോളേജ് കുമളി, ഹോളിക്രോസ് കോളേജ് കോഴിക്കോട് തുടങ്ങിയ കലാലയങ്ങളിലെ വിദ്യാർത്ഥികൾ ശ്രേയസ് സാമൂഹ്യക്ഷേമ യൂണിറ്റിലെ പ്രവർത്തനങ്ങൾ നോക്കിക്കാണുകയും യൂണിറ്റ് പ്രവർത്തകരോടൊപ്പം സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. കൂടാതെ യേശുഭവൻ, സ്നേഹസദനം തുടങ്ങിയ ഓർഫനേജുകളിൽ സന്ദർശനം നടത്തുകയും അന്തേവാസികൾക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്യുകയും പരിസര ശുചീകരണത്തിലും ഭക്ഷണം പാകം ചെയ്യുന്നതിലും വിദ്യാർത്ഥികളുടെ സേവനം ഉപയുക്തമാക്കുകയും ചെയ്യുന്നു. യൂണിറ്റ് ഇവാലുവേഷൻ. ചിന്തിക്കുകയും വിലയിരുത്തുകയും ഒത്തുനോക്കുകയും ചെയ്യുമ്പോഴാണ് ഓരോ പ്രവർത്തനത്തിൻ്റെയും വിശ്വാസ്യതയുടെ തോത് തിരിച്ചറിയാൻ സാധിക്കുക. ശ്രേഷ്ഠമായവ ഉൾക്കൊള്ളുവാനും താഴേക്കു പോയവയെ ഉയർത്തിക്കൊണ്ടുവരാനും ഇവാലുവേഷനിലൂടെ സാധിക്കുന്നു. എല്ലാ മാസവും 27-ാം തീയതി ഓരോ സംഘങ്ങളുടെയും പ്രതിനിധികളെ ഒരുമിച്ച് ചേർത്ത് ഓരോ മാസത്തെയും പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നു. യൂണിറ്റിൽ വെച്ച് നടത്തുന്ന തുറന്ന ചർച്ചകളും ക്രിയാത്മക വിമർശനങ്ങളും യൂണിറ്റ് പ്രവർത്തനങ്ങളുടെ സുഗമമായ നടത്തിപ്പിന് സഹായകമാകുന്നു. അതുപോലെ എല്ലാ മാസവും 2-ാം തീയതി
ബഹുമാനപ്പെട്ട യൂണിറ്റ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ യൂണിറ്റ് കമ്മിറ്റി യോഗങ്ങൾ ചേരുകയും അതാതു മാസത്തെ വികസന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്നു. കൃഷിഭവനുമായി ബന്ധപ്പെട്ട് പച്ചക്കറി വിത്തുകൾ, തൈകൾ എന്നിവ ശേഖരിച്ച് വിതരണം ചെയ്യുന്നു. കൃഷി ഓഫീസറുടെ സഹായത്താൽ ജൈവ കൃഷി രീതികളെക്കുറിച്ചുള്ള ക്ലാസുകൾ സംഘങ്ങൾക്ക് നൽകുന്നു. ദിനാചരണങ്ങൾ. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ഒരു തൈ നട്ട് ഒരു മരം വളർത്താം, 1000 കിളികൾക്ക് വീടൊരുക്കാം, തണലും തണുപ്പുമേകാം, വരും തലമുറയ്ക്കായി കരുതലുമാകാം. പ്രകൃതിയെ ചേർത്തു നിർത്താം, ഒരു നല്ല നാളേക്ക് വേണ്ടിയെന്ന ആപ്തവാക്യവുമായി ഈങ്ങാപ്പുഴ യൂണിറ്റിലെ വിവിധ സംഘങ്ങൾ ഒത്തുചേർന്ന് കുഞ്ഞുകുളം അംഗൻവാടി പരിസരവും യൂണിറ്റ് പരിസരവും ശുചിയാക്കുകയും ഈങ്ങാപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് വിതരണം ചെയ്ത ഫലവൃക്ഷ തൈകൾ യൂണിറ്റ് പരിസരങ്ങളിൽ നടുകയും ചെയ്തു. കൂടാതെ തണൽ സംഘം സംഘാംഗങ്ങൾക്കും പങ്കെടുത്തവർക്കും ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്യുകയും ചെയ്തു. ഓണാഘോഷം. ഓർമ്മകളും 1000 പൂക്കളുമായി വീണ്ടും ഒരു ഓണക്കാലം വരവായി. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും പങ്കുവയ്ക്കലിൻ്റെയും സന്ദേശവുമായി ഈങ്ങാപ്പുഴ യൂണിറ്റ് ഓണാഘോഷത്തിനായി ഒരുങ്ങി. യൂണിറ്റിൻ്റെ കീഴിലുള്ള എല്ലാ സംഘങ്ങളെയും ചേർത്ത് ഡയറക്ടർ ബഹുമാനപ്പെട്ട തോമസ് അച്ഛൻ്റെ നേതൃത്വത്തിൽ മേഖലാ പ്രോഗ്രാം ഓഫീസർ ശ്രീമതി ലിസി റെജിയുടെയും യൂണിറ്റ് പ്രവർത്തകർ, കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവരുടെ കൂട്ടായ സഹകരണത്തോടെ വിവിധ മത്സര പരിപാടികളും ഓണസദ്യയുമൊരുക്കി ഓണാഘോഷം നടത്തി. 400-ൽ പരം സംഘാംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു. 17-ാം വാർഡ് മെമ്പർ ശ്രീമതി ശ്രീജ ബിജു ഉദ്ഘാടനം ചെയ്ത ഓണാഘോഷ പരിപാടിയിൽ വിവിധ സംഘങ്ങളിലെ 12ഓളം അധ്യാപകരെ സമ്മാനം നൽകി ആദരിച്ചു. മത്സരത്തിൽ പങ്കെടുത്ത് വിജയിച്ചവർക്ക് സമ്മാനം നൽകി. ക്രിസ്മസ് ആഘോഷം. സ്നേഹത്തിന്റെ മഞ്ഞു പെയ്തിറങ്ങുന്ന ധനുമാസ രാവിൽ പാപത്തിന്റെ ഇരുളിൽ നന്മയുടെ വെളിച്ചമെതിറിക്കൊണ്ട് ഈങ്ങാപ്പുഴ യൂണിറ്റ് ക്രിസ്മസ് ആഘോഷങ്ങൾക്കായി ഒരുങ്ങി. മുതിർന്നവർക്കും കുട്ടികൾക്ക് പ്രത്യേക മത്സരങ്ങൾ നടത്തി. കരോൾ ഗാന മത്സരത്തിൽ ദീപം, പുലരി, ഫിനിക്സ്, മഹിമ, മരിയ തുടങ്ങി 5 സംഘങ്ങൾ പങ്കെടുത്തു. പുതുപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി നജുമിനുയിസ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി അംബിക മംഗലത്ത് എന്നിവർ പങ്കെടുത്തു. കലാപരിപാടികൾ, സമ്മാനദാനം, രുചികരമായ ഭക്ഷണം തുടങ്ങിയവ ക്രിസ്മസ് ആഘോഷങ്ങളുടെ മാറ്റുകൂട്ടി. മാർച്ച് 8 വനിതാ ദിനം. കടമകളുടെ 4 ചുവരുകളാലും കടപ്പാടിന്റെ മേൽക്കുരയാലും സ്നേഹച്ചങ്ങലയായും ആഗ്രഹങ്ങളെ സ്വയം തടവിലാക്കിക്കൊണ്ട് സമൂഹം തീർത്ത ചങ്ങല പൊട്ടിച്ച് ചിറകു വിരിച്ച് പറക്കുവാൻ വനിതകൾക്ക് ആഹ്വാനം നൽകുന്ന ദിനം. വനിതകളുടെ ശക്തി എന്താണെന്നും എങ്ങനെയാകണമെന്നും തുറന്നു കാണിക്കുന്നതിനായി അഡോറേഷൻ കോൺവെന്റ് അംഗവും മരുതോങ്കര സെന്റ് മേരീസ് ഹൈസ്കൂൾ അധ്യാപികയുമായ റവറൻഡ് സിസ്റ്റർ റെജിൻ ജോസ് ഈങ്ങാപ്പുഴ യൂണിറ്റിൽ വെച്ച് വനിതകൾക്കായി ക്ലാസ് നയിച്ചു. അന്നേ ദിവസം എത്തിച്ചേർന്ന എല്ലാ വനിതകളെയും പൂക്കൾ നൽകി സ്വീകരിക്കുകയും ചെയ്തു. ഒരു വർഷത്തെ ദിനാഘോഷങ്ങളുടെ ഭാഗമായി അധ്യാപക ദിനം, തൊഴിൽ ദിനം, ശ്രേയസ് ദിനം, വനദിനം, ഗാന്ധി ജയന്തി, വയോജന ദിനം, ശിശുദിനം തുടങ്ങി ഓർമ്മയിൽ സൂക്ഷിക്കേണ്ട ദിനാഘോഷങ്ങളെല്ലാം ഈങ്ങാപ്പുഴ യൂണിറ്റ് വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ഇന്നത്തെ കുട്ടികൾ നാളെയുടെ വാഗ്ദാനങ്ങളാണ്. മൂല്യബോധമുള്ള വരും തലമുറയെ വാർത്തെടുക്കുന്നതിനും സാമ്പത്തിക സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനും നേതൃത്വ പാഠവം വർദ്ധിപ്പിക്കുന്നതിനും വിദ്യാഭ്യാസ സുസ്ഥിതി ഉറപ്പുവരുത്തുന്നതിനും ശാസ്ത്രീയ സംഘം രക്ഷാധികാരികളുടെ നേതൃത്വത്തിൽ ബാലജ്യോതി ഗ്രൂപ്പ് രൂപീകരിച്ചു. കുട്ടികളുടെ ഗ്രൂപ്പുകളാണ് ബാലജ്യോതി ഗ്രൂപ്പുകൾ. ഈങ്ങാപ്പുഴ യൂണിറ്റിലെ വിവിധ പ്രദേശങ്ങളിലായി 4 ബാലജ്യോതി ഗ്രൂപ്പുകളാണ് പ്രവർത്തനീയമായിട്ടുള്ളത്. ലഘുസമ്പത്ത് സമ്പാദനം, പഠനയാത്രകൾ, ദിനാഘോഷങ്ങൾ, കലാകായിക മത്സരങ്ങൾ, അവധിക്കാല ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ, നേതൃത്വ പരിശീലന ക്യാമ്പുകൾ, രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പുകൾ തുടങ്ങി വിവിധ പ്രവർത്തനങ്ങളാണ് ബാലജ്യോതി ഗ്രൂപ്പുകൾ നടത്തപ്പെടുന്നത്. കൂടാതെ കേന്ദ്രതലത്തിലും മേഖലാതലത്തിലും നടത്തിവരുന്ന ശ്രേയസ് എഡ്യൂക്കേഷണൽ സപ്പോർട്ടിംഗ് സ്കീം അഥവാ സെസ് വിദ്യാഭ്യാസ പദ്ധതികളിലൂടെ 10,000 രൂപ മുതൽ 20,000 രൂപ വരെ വിദ്യാർത്ഥികൾക്ക് പലിശരഹിത വായ്പയും സ്കോളർഷിപ്പുകളും നൽകി വരുന്നു. വികസന മുന്നേറ്റത്തിൻ്റെ 1 വർഷം പിന്നിടുമ്പോൾ വികസന പാതയിൽ പതറാതെ കാലുറപ്പിക്കുവാൻ ശ്രേയസ് സാമൂഹ്യക്ഷേമ പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ട്. കർമ്മോത്സവരും സമർപ്പണ മനോഭാവമുള്ള സംഘാംഗങ്ങൾ കൂട്ടായ്മയും ഐക്യവും സംരക്ഷണവും കരുതലും നൽകുന്ന നേതൃത്വനിര ഇവയെല്ലാം സംയോജിച്ചപ്പോൾ ശ്രേയസ് എന്ന ദീപനാളത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഉയർച്ചയെ ലക്ഷ്യമിട്ട് മുന്നോട്ട് കുതിച്ചു. കലാനുസൃതമായ മാറ്റങ്ങളിലൂടെയും ആശയങ്ങളിലൂടെയും വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് ജനഹൃദയങ്ങളിൽ സേവനത്തിൻ്റെയും വികസനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശം ആഴത്തിൽ പതിപ്പിച്ചുകൊണ്ട്
ഈങ്ങാപ്പുഴ യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങൾ കുതിച്ചുയരട്ടെ. നാളിതുവരെ ശ്രേയസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മാർഗദർശികളായ എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും കൃതജ്ഞതയുടെ മലരുകൾ അർപ്പിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.